അത്യാവശ്യം പിന്നെ ലോങ് ലാസ്റ്റിങ് കിട്ടും, പെട്ടെന്ന് കളർ കേടാവില്ല. പിന്നെ അതേപോലെ റൂബി സ്റ്റോണാണ്, നമ്മളെ ഗോൾഡ് വർക്ക് ചെയ്യുന്ന പോലുള്ള സ്റ്റോണുകളാണ് ഇത്. ശരിയാണ്. എന്തായാലും വെറൈറ്റിയാണ്, മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി. നല്ല കളക്ഷനും കാര്യങ്ങളാണ്. ഇതിപ്പോ ഈ ടെക്സ്റ്റൈൽസിൽ പെട്ട സംഗതിയാണോ? അല്ല, അതിന്റെ വേറൊരു ഇതാണ്. ഇത് മൊത്തമുള്ള നിങ്ങൾ തന്നെയാണോ? കോഴിക്കോട്. എന്താ എക്സ്പെൻസീവാ അങ്ങനെ? ഓക്കെ, താങ്ക് യു. മെഡോലീസ് എന്ന് പറയുന്നത് ഞങ്ങൾ വൺ ബ്രാൻഡഡ് ആണ്. എന്താ പേര്? മൂപ്പരെ നമ്മള് പരിചയപ്പെട്ടിട്ട് ഒരു കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതേപോലെ നിങ്ങളും കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്രാൻഡില് ഞങ്ങൾ ബോഡി ലോഷൻ ഇറക്കുന്നുണ്ട്, വാലറ്റ് ഇറക്കുന്നുണ്ട്, പെർഫ്യൂംസ് ഇറക്കുന്നുണ്ട്. ഇത് തന്നെ പല ഡിഫറെൻറ്റ് ഫ്ലേവറിൽ. ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ലൊന്ന് നിങ്ങൾ നോക്കിയാലോ? നോക്കാം. ഇതാണ് സംഭവം. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് എങ്ങനെ വെച്ചാൽ മോയ്സ്ചറൈസിങ് ഉണ്ട്. ഈ പൊതുവെ ലോഷൻസ് വലിയ മോയ്സ്ചറൈസിങ്, അതേമാതിരി തന്നെ ബോഡി ലോഷനിൽ ലോഷൻ മാത്രമേ വരുള്ളൂ, മോയ്സ്ചറൈസിങ് പറ്റില്ല. രണ്ടും കൂടി ആയിട്ട് വരുന്ന സംഭവമാണ്. നല്ല സ്മെല്ലും കൊട്ട് 24 hours. ഇതിങ്ങനെ ആവാൻ കാരണം എന്താണ്? സ്പ്രേ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് വരുന്നല്ല. അത് എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? കുറെ നിൽക്കും. പെർഫ്യൂം ആകുമ്പോൾ മറ്റേ ഇതല്ലേ വേണ്ടിയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് അല്ലേ? ഇതിനൊരു മോഡൽ സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊരു സ്കിന്നിനും നമ്മൾ കറക്റ്റ് സ്കിൻ ടോൺ ആയിട്ട് ഒരു വൈറ്റ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. ഞാനിപ്പോൾ വാട്ടർ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് നോക്കിയിട്ടോ, കറക്റ്റ്
നന്നായിട്ടാണ് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്, ഒലിക്കുന്നില്ല. പക്ക വാട്ടർ പ്രൂഫാണ്, പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. തുടച്ച് കാണിക്കാം. ഈവനിങ് വരെ കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ കറക്റ്റ് സ്കിൻ ടോൺ ആയിട്ട് വരും. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് കൈക്ക് തന്നെ ഒരു മാറ്റം വന്നു. കറക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യല്ലോ. നമ്മൾ കറക്റ്റ് സ്കിൻ ടോൺ പോലെ തന്നെ. ഇത് ഇനിയിപ്പോൾ എത്ര നിൽക്കും? ഇത് നിങ്ങൾക്ക് ഈവനിങ് വരെ നമ്മളിത് റിമൂവർ ആയിട്ട് റിമൂവ് ചെയ്യോളം ഈ സംഭവം റിമൂവർ വേറെ ഉണ്ട്. അത് റിമൂവറിന് ആവശ്യമില്ല, വാട്ടർ പ്രൂഫ് ആയിട്ട് വരും. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ഓട്ടോമാറ്റിക് ഇല്ല, വാഷ് ചെയ്താൽ പോവും. പിന്നെ ഓരോ സ്കിന്നിന് ഓരോ ടൈപ്പ് ഉണ്ടല്ലോ, റെഡ് അങ്ങനെയുള്ള എല്ലാ സ്കിന്നും പറ്റും. എല്ലാ സ്കിന്നും പിന്നെ ഫ്രീ ആണ്. നന്നായിട്ട് കുറച്ച് നിറം വേണമെങ്കിൽ കുറച്ച് ക്വാളിറ്റി അധികം ഇട്ട് കൊടുത്താൽ മതി. നോർമലായിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ പിന്നെ ഒരു മെഡോ ലീഫ് പറഞ്ഞ ബ്രാൻഡിൽ മൂന്നാമത് പറഞ്ഞ ഒരു വാലറ്റ് ആയിട്ട് വരുന്നതാണത്. അത്യാവശ്യം ക്യാഷ് ഹോൾഡറായിട്ടും ഇത് കാർഡ് ഹോൾഡറും കൂടി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ 3-4 ടൈപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ്. 3 ഫോൾഡായിട്ട് വരുന്നുണ്ട്, 2 ഫോൾഡായിട്ട് വരുന്നുണ്ട്. ML ഒരു പോക്കറ്റ് ടൈപ്പായിട്ടും വാലറ്റ് വരുന്നുണ്ട്. ഇത് ജെനുവൻ ലെതറാണ് വരുന്നത്. പക്ഷെ ഇത് പോക്കറ്റിലൊക്കെ അങ്ങനെ കൊള്ളുമോ? ഇത് ഒരു ML ബേസ് ആ സ്റ്റാൻഡേർഡ് വലിയ ഷർട്ട് അല്ല. ഇപ്പോഴത്തെ പോക്കറ്റ് ഇത്ര ഉണ്ടാവില്ലേ? ചോദിച്ചു. അതിന് ചെറുതായിട്ടും വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൺ ബ്രാൻഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ സാധനമാണ്. പുറത്തൊന്നും അധികം കിട്ടുന്നില്ല. ട്രാവൽ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് അങ്ങനത്തെവർക്കൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോയ്ലറ്റ് പേപ്പറാണ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ളത്. ഇതിനുള്ള ഉപകാരം എന്താ ചോദിച്ചാൽ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ കാര്യം ടോയ്ലറ്റൊക്കെ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഇൻഫെക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ജസ്റ്റ് ഒരു ടോയ്ലറ്റ് പേപ്പർ മതി. ഇങ്ങനെ നമ്മൾ ഈ ഇരിക്കുന്നിടത്ത് ഡിസ്പോസിബിൾ ആണ്. അതെടുത്തിട്ട് ഒഴിവാക്കാം. പക്ക ഈ പ്രഗ്നൻ്റ് ആയ ലേഡീസിനൊക്കെ പക്ക ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടോയ്ലറ്റ് പേപ്പർ. ആ പാക്കറ്റ് എന്താ വില? ഇത് ചെറിയ റേറ്റ് ആണ്, 160 റുപ്പീസ് വരുന്നുണ്ട്. 160 എത്ര പീസ്? ക്വാണ്ടിറ്റി വന്നിട്ട് 20 പീസ് ഇതിൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട്. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റ്, അതേമാതിരി ഏത് പബ്ലിക്കായിട്ട് ഏത് യാത്ര ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേമാതിരി ക്യാരി സിമ്പിളാണ്, ക്യാരി ചെയ്യാൻ പോക്കറ്റിലേക്ക് ക്യാരി ചെയ്യാൻ സിമ്പിളാണ്, ബാഗിൽ ക്യാരി ആയിട്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡോൻ്റെ. ഈ ഒരു ബ്രാൻഡിൽ തന്നെ എന്താണ് ഒരു വാഷ് ലിക്വിഡ്. ഇതിൽ 2-3 ഫ്ലേവേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു മെലാനി പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് ഊതിൻ്റെ ഒരു സ്മെല്ലാണ്, ഊതിൻ്റെ ഫ്ലേവറിലാണ്. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ കംഫർട്ട് വേണ്ട, അതേപോലുള്ള ഷൈനിങ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാഷിംഗ് പൗഡറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പം നിലക്ക് തുടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ വാഷിംഗ് പൗഡർ വേണ്ട, ഒന്നും വേണ്ട. തുടക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് കംഫർട്ട് ലാഭം, സ്മെല്ല് ലാഭം, പൗഡറും ലാഭം, എല്ലാത്തിനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ആണ് വരുന്നത്. എന്താ റേറ്റ്? ഇത് 150 രൂപ വരുന്നുണ്ട് 1 ലിറ്റർ. പിന്നെ ഈ കോസ്റ്റിലായിട്ടുള്ള ഹെവി ഡ്രസ്സ്, കോസ്റ്റ്ലി അല്ലത് ഡ്രൈ അങ്ങനെയല്ല, ഈ ഹെവി ആയിട്ടുള്ള ആ ഡ്രസ്സുകൾ നമ്മൾ അങ്ങനെയുള്ള ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷിംഗ് പൗഡർ ചില തുണികൾ പോകാൻ ശരിയാണ്. അങ്ങനെയുള്ള എല്ലാ ഡ്രസ്സിനും ഇത് യൂസ് ചെയ്യാൻ ഇത് ഡ്രൈ ക്ലീനിങ്സിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. എന്താ പാട് യൂസിങ് ഒക്കെ ആൾക്കാർ ഇത് ഓക്കെ ആണോ? എല്ലാവരും കൊണ്ടുപോയിട്ട് ഓക്കെ അല്ലേ സംഗതി? അഭിപ്രായം ഇത് പക്ക സാധനം ലോണ്ടറിയിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഡ്രൈ ക്ലീനിങ് ലോണ്ടറി ആൾക്കാർ അവർക്ക് ഒന്ന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു ഒറ്റ സാധനം മാത്രം മതി, വേറെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, താങ്ക് യു.
പരിചയപ്പെടുത്തി തരും. ഇതെല്ലാം വന്നിട്ട് ഈ ഒരു ഏരിയയിലുള്ളത് ഫൗണ്ടേഷൻസ് അതുപോലെ പ്രൈമർ, 2 ഐറ്റംസ് ആണ് ഉള്ളത്. ഈ ഒരു ഏരിയ കാണുന്നതെല്ലാം ഫൗണ്ടേഷൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻ എഫ്സിങ് വരുന്നുണ്ട്, ഷുഗർ പോപ്പ്, സോവി, പിന്നെ എല്ലാ സ്കിന്നിനും പറ്റിയാണ് മോസി ഫൗണ്ടേഷൻ. പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ എസ്പെഷ്യലി വരുന്നു. CC വിത്ത് SPF ആയിട്ട് വരുന്നതാണ് ക്ലിയറിൻ്റെ ഫൗണ്ടേഷൻ വരുന്നു. ഇതെല്ലാം ഫൗണ്ടേഷൻസ് ആണ്. കൂടാതെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം പ്രൈമറാണ്. ഏത് തരം ബ്രാൻഡിൻ്റെ പ്രൈമേഴ്സാണ്. ഇതെല്ലാം ഫൗണ്ടേഷൻ ബ്രാൻഡിൻ്റെ പ്രൈമേഴ്സാണ്. ഫൗണ്ടേഷൻ പ്രൈമർ ഒന്നെടുത്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു ഓക്കെ. ഒരു കോസ്മെറ്റിക്സ് ബേസിക് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ഏതെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമർ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊട്ടക്ഷനാണ്. അതിന് ഒരു മോയ്സ്ചറൈസർ ഫസ്റ്റ് അപ്ലൈ കൊടുക്കുക. അത് ഡ്രൈ ആയതിനു ശേഷം ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. അത് ഇനി പ്രൈമർ നല്ല ബ്രാൻഡിനാകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും ഫൗണ്ടേഷൻ. നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സുകളുണ്ട്. നല്ലൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈനേഷൻ ഒരു കോമ്പാക്ട് പൗഡർ ഫിനിഷിങ്ങിനായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ച് ബേസിക്കായിട്ട് ഇതൊരു കോമ്പാക്ട് പൗഡർ. 4ാമത്തെ സ്റ്റെപ്പായിട്ട് കോമ്പാക്ട് പൗഡറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫിനിഷിംഗ് ആണ്. ഫിനിഷിംഗ് അല്ലേ, പോർസൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാനാണ് ഫൈനലി. അത് കഴിഞ്ഞ ശേഷം പക്ഷെ ലോ ലാസ്റ്റിങ് വേണ്ടിയിട്ട് നോർമലായിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കും. ഒരു നോർമൽ സെറ്റിംഗ് സ്പ്രേ ബേസിക്കായിട്ട് ഈ ഐറ്റംസ് ആണ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കൂടാതെ നമ്മൾ കൺസീലർ യൂസ് ചെയ്യണവരുണ്ട്, കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, ഐഷാഡോ യൂസ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ ഓരോ ബ്ലഷ്, ഷിമ്മർ, ഒരുപാട് ഐറ്റംസ് പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ, സ്ട്രോക്ക് ക്രീം, വിവിധ തരം. പിന്നെ നമ്മൾ താല്പര്യത്തിനനുസരിച്ച് ഓരോന്ന് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ കുറേയൊക്കെ ചില ആൾക്കാർക്ക് അറേഞ്ച് ചെയ്യും കാര്യങ്ങളാണ്. ഇത് പുതിയത് വന്ന ആൾക്കാർക്ക് ഇത് നമുക്ക് ബേസിക്കായിട്ട് നോർമലായിട്ട്. അപ്പോൾ നിങ്ങൾ പുതിയത് ഒരാൾ വരുന്നത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആള് എല്ലാം പറഞ്ഞ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് ഒന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരും ചെയ്യും. ഓക്കെ, എല്ലാത്തിനും നമ്മൾ ടെസ്റ്റർ. അപ്പോൾ നിങ്ങൾ തിരൂര് ഇവിടെ തായിഫിൽ എന്തായാലും വരിക, ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും വരിക. ഓക്കെ, വരാത്തവർക്ക് ആയിട്ട് ഇനി വന്നവരുണ്ടെങ്കിൽ വീണ്ടും വരിക. ഓക്കെ, നമ്മൾ ഓക്കെ, താങ്ക് യു. ശേഖരം ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.